കുന്നംകുളം അക്കിക്കാവിൽ വൻ അഗ്നിബാധ. അക്കിക്കാവ് സിഗ്നലിന് സമീപത്തെ ഹരിത അഗ്രിടെക് എന്ന സ്ഥാപനത്തിലാണ് വ്യാഴാഴ്ച രാത്രി 8 മണിയോടെ തീപിടുത്തമുണ്ടായത്. സംഭവ സമയത്ത് സ്ഥാപനത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. കൃഷിക്കാവശ്യമായ മെഷീനുകൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റഷീദ് എരുമപ്പെട്ടി ചേരുകയാണ്. റഷീദ്, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? തീ നിയന്ത്രണ വിധേയമാണോ? റിയ, തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 യൂണിറ്റ് ഫയർഫോഴ്സിനെ ഉപയോഗിച്ചാണ്, കുന്നംകുളത്ത് നിന്ന് വന്നിട്ടുള്ള 3 യൂണിറ്റ് ഫയർഫോഴ്സിനെ ഉപയോഗിച്ചാണ് ഇതുവരെ തീ അണച്ചിരുന്നത്. എന്നാൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തതിനെ തുടർന്ന് തൃശ്ശൂരിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുവാനുള്ള ശ്രമം തുടരുകയാണ്. ഇന്ന് 8:15 അക്കിക്കാവിലെ സിഗ്നൽ ലൈറ്റിന് സമീപം പ്രവർത്തിക്കുന്ന ഹരിത അഗ്രിടെക് എന്ന കാർഷിക സാമഗ്രികൾ വിൽപ്പന നടത്തുന്ന ഈ സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായത്. 2 നിലയുള്ള കെട്ടിടമാണ്. ഇതിന്റെ മുകളിലത്തെ നിലയിലാണ് അഗ്നിബാധയുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് തീ അണയ്ക്കാൻ പ്രയാസമുള്ളത്. തീ അണയ്ക്കാനുള്ള പരിശ്രമം മണിക്കൂറുകളായി തുടരുകയാണ്. തീ അണയ്ക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത്. വൈദ്യുതി തകരാറാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ സ്ഥാപനം മടച്ചുപോയ സമയത്തായിരുന്നു അഗ്നിബാധയുണ്ടായത്. അത് കാരണം അകത്ത് ആരുമില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. തീ ആളി പറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അഗ്രികൾച്ചർ ഉപകരണങ്ങളും അതുപോലെ തന്നെ മറ്റ് കാർഷിക യന്ത്രങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് ഹരിത ടെക് എന്ന സ്ഥാപനം. 8:15 കൂടിയാണ് തീപിടുത്തമുണ്ടായത്. കുന്നംകുളത്തു നിന്നും അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുവാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. റിയ, റഷീദാണ് വിവരങ്ങൾ നൽകിയത്. കുന്നംകുളം അക്കിക്കാവിൽ ടയർ കടയിലാണ് വൻ അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമല്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്.